ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വന്തം വീടെന്ന സ്വപ്നത്തിന് നിറം പകർന്ന കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജനയെക്കുറിച്ച് കേൾക്കാത്തവർ ആരുമുണ്ടാകില്ല. നഗരപ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന PMAY അർബൻ പദ്ധതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളും അപേക്ഷിക്കേണ്ട രീതികളുമാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വന്തമായി ഒരു വീട് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. 2015 ജൂൺ 25 നമ്മുടെ ഭവന നഗരകാര്യ മന്ത്രാലയം തുടക്കം കുറിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ. എല്ലാവർക്കും വീട് എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. നഗരങ്ങളിലെ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ വീടുകൾ ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ കാര്യം. ഇപ്പോൾ ഇതാ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്. പദ്ധതി പ്രകാരം അനുവദിച്ച വീടുകൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2022 മാർച്ച് 31 വരെയാണെങ്കിലും അത് 2025 ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുന്നു. അതിനർത്ഥം ഗുണഭോക്താക്കൾക്ക് അവരുടെ സ്വപ്ന ഭവനം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ലഭിക്കുമെന്നാണ്. ഇനി നമുക്ക് PMAY 2.0 എന്താണെന്ന് നോക്കാം. നഗരപ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കാനോ വാങ്ങാനോ എന്തിന് വാടകയ്ക്ക് എടുക്കാൻ പോലും യോഗ്യതയുള്ള കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭ്യമാക്കുക എന്നതാണ് PMAY 2.0യുടെ ലക്ഷ്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർ, കുറഞ്ഞ വരുമാനമുള്ളവർ, ഇടത്തരം വരുമാനമുള്ളവർ എന്നിവരെയാണ് ഈ പദ്ധതി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. അപേക്ഷകർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഇന്ത്യയിൽ എവിടെയും സ്വന്തമായി ഒരു വീട്, അതായത് എല്ലാ കാലാവസ്ഥയിലും താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീട് ഉണ്ടാകരുത് എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന വ്യവസ്ഥ. പ്രധാനമായും 4 വഴികളിലൂടെയാണ് PMAY സഹായമെത്തുന്നത്. 1. ബെനിഫിഷ്യറി ലെഡ് കൺസ്ട്രക്ഷൻ, അതായത് സ്വന്തമായി ഭൂമിയുള്ളവർക്ക് വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം. 2. അഫോർഡബിൾ ഹൗസിംഗ് ഇൻ പാർട്ട്ണർഷിപ്പ്, കുറഞ്ഞ ചെലവിലുള്ള ഭവന നിർമ്മാണ പദ്ധതികൾക്കായി പൊതു സ്വകാര്യ മേഖലകളുമായി കൈകോർക്കുന്നു. 3. അഫോർഡബിൾ റെന്റൽ ഹൗസിംഗ് കോംപ്ലക്സ്, വാടക വീടുകൾ ആവശ്യമുള്ളവർക്ക് താങ്ങാനാവുന്ന വാടകയിൽ താമസ സൗകര്യം. 4. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം, ഭവന വായ്പ എടുക്കുന്നവർക്ക് പലിശ ഇളവ്. ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് 2022 മാർച്ച് 31 അനുവദിച്ച വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിലാണ് ഈ കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ ഫണ്ടിംഗ് രീതിയിലോ നടത്തിപ്പ് രീതിയിലോ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആർക്കൊക്കെയാണ് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന് നോക്കാം. പ്രധാനമായും നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന, സ്വന്തമായി വീടില്ലാത്ത, നിശ്ചിത വരുമാന പരിധിയിലുള്ള കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം? ഓൺലൈനായി അപേക്ഷിക്കാനുള്ള വഴികൾ നമുക്ക് നോക്കാം. ആദ്യമായി PMAYMIS.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ സിറ്റിസൺ അസസ്മെന്റ് അല്ലെങ്കിൽ അപ്ലൈ ഫോർ PMAY 2.0 എന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് മാർഗനിർദ്ദേശങ്ങൾ വായിച്ച ശേഷം മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആധാർ വിവരങ്ങൾ നൽകി OTP വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് വ്യക്തിഗത വിവരങ്ങൾ, സാമ്പത്തിക വിവരങ്ങൾ എന്നിവ നൽകി ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക. എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാനും മറക്കരുത്. ഓൺലൈനായി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ വഴിയോ PMAY പദ്ധതിയിൽ അംഗങ്ങളായ ബാങ്കുകൾ വഴിയോ ഓഫ്ലൈനായി അപേക്ഷിക്കാം. ചെറിയൊരു ഫീസ് നൽകി ആവശ്യമായ രേഖകളോടൊപ്പം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതി. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട പ്രധാന രേഖകൾ ഇവയാണ്: നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആധാർ വിവരങ്ങൾ, ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വരുമാനം തെളിയിക്കുന്ന രേഖ, ഭൂമിയുടെ രേഖകൾ എന്നിവ. ഓരോ സ്കീമിന്റെ ഘടകങ്ങൾ അനുസരിച്ചും ആവശ്യമായ രേഖകളിൽ ചെറിയ മാറ്റങ്ങൾ വരാം. അപ്പോൾ സ്വന്തമായി ഒരു വീടെന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. ഗ്രാമീണ മേഖലയിലെ പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഞാനത് ആഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.